പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ സിബിഐ അന്വേഷണത്തിന് സർക്കാർ നീക്കം. ഒരു വർഷം മുൻപുള്ള വിജിലൻസിന്റെ ശുപാർശ പൊടി തട്ടിയെടുത്താണ് സിബിഐ അന്വേഷണം നടത്താനുള്ള നീക്കം. FCRA നിയമലംഘനം, വിദേശ ഫണ്ട് കേരളത്തിൽ എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ സിബിഐ അന്വേഷിക്കട്ടെ എന്ന നിലപാടിലാണ് സർക്കാർ. എന്തു വേണമെങ്കിലും പരിശോധിച്ചോട്ടെ എന്ന നിലപാടാണ് സതീശൻ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ തന്നെ സർക്കാർ ഉന്നം വെക്കുന്നത്. അതും ഏറെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കാരണമായ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട്. എന്നാൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടത്താൻ കഴിയില്ലെന്നും ഫണ്ട് സ്വീകരിച്ച മണപ്പാട്ടിൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ അന്വേഷണം നടത്താമെന്നുള്ള ശുപാർശയാണ് വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത സർക്കാരിന് നൽകിയത്. അത് വേണ്ടെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. ഇതിന് തൊട്ടു പിന്നാലെ വന്ന വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം CBI അന്വേഷണമേ വേണ്ട എന്ന ശുപാർശയാണ് സംസ്ഥാന സർക്കാരിന് രേഖാമൂലം നൽകിയത്. തെരഞ്ഞെടുപ്പിന് 2-3 മാസം മാത്രം ബാക്കി നിൽക്കെ യോഗേഷ് ഗുപ്തയുടെ പഴയ ശുപാർശ പൊടി തട്ടിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേസ് CBI അന്വേഷണത്തിലേക്ക് വിടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള അന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുമ്പ് ഇത് CBI അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയ അതും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക് നിയമപരമായി അതിനെ നേരിടും. ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല. അവർ ഒരു കേസും CBIയെ കൊണ്ട് അംഗീകരിക്കില്ലെങ്കിൽ എൻ്റെ കേസ് വിട്ടോ, CBIക്ക് വിട്ടോ, എനിക്കൊരു വിരോധമില്ല. നിയമസഭാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷത്തെ നേരിടാനുള്ള ഒരു ആയുധമായിട്ട് കൂടിയാണ് വിജിലൻസിന്റെ ശുപാർശയെ സർക്കാർ കാണുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. വി ഡി സതീശനെതിരായ വിജിലൻസ് ശുപാർശയിൽ പ്രതിരോധം തീർത്ത് കോൺഗ്രസ്. വിജിലൻസിന്റേത് വെറും പടക്കമാണെന്നും UDFന് ഒരു ആശങ്കയുമില്ലെന്നും രമേശ് ചെന്നിത്തല മീഡിയ 1നോട് പറഞ്ഞു. വിജിലൻസ് നീക്കം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് ഷാഫി പറമ്പിൽ MP പ്രതികരിച്ചു. എന്നാൽ അന്വേഷണ ശുപാർശയിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇതെടുക്കുന്ന വെറും രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഏർപ്പാടാണ്. ഇത് വെറും ഒരു പടക്കമാണ്. ഇതാരും വിശ്വസിക്കാൻ പോകുന്ന കാര്യമല്ല. ഒരാശങ്കയില്ല. എത്ര വേണേലും അന്വേഷിച്ചോട്ടെ. എന്ത് അന്വേഷണം വന്നാലും ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല. അങ്ങനെ അന്വേഷണം കൊണ്ടൊന്നും തളരുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്ത് CBI കളിച്ചാലും ശരിയാവുന്ന ഏൽക്കാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് അവർക്ക് അതിനെ സംബന്ധിച്ച് പറയാനുണ്ടാവുക. ഇലക്ഷനോട് അടുക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ലാത്തതിന്റെ പേരിൽ ഭരണം ക്ലോഷറിലേക്ക് നീങ്ങുമ്പോൾ ക്ലോസ് ചെയ്യപ്പെട്ട സാധനങ്ങൾ പൊക്കിയെടുത്തിട്ടാണെങ്കിലും ഒരു ഇലക്ഷൻ സ്റ്റണ്ട് നടത്തി നോക്കുക എന്നുള്ളതാണ്. വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പണം സ്വരൂപിച്ച് ആ പണത്തിന്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ കേസിന്റെ അടിസ്ഥാനം. ആ കേസിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാനുള്ള കോൺഗ്രസിന്റെ നിർണായക നേതൃ ക്യാമ്പ് വയനാട്ടിൽ. ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മിറ്റ് എന്ന പേരിൽ ബത്തേരിയിൽ നടക്കുന്ന ക്യാമ്പ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. MP-മാർ മത്സരിക്കുന്നതിൽ നയപരമായ തീരുമാനമുണ്ടായേക്കും. സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള മാനദണ്ഡം വിജയസാധ്യത മാത്രമാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. പ്രസംഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് പരോക്ഷ വിമർശനവും ഉണ്ടായി. ആരും സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കരുതെന്നായിരുന്നു KCയുടെ പരാമർശം. ഒരു സംശയവും വേണ്ട, നമ്മളെല്ലാവരും പരസ്പരം മനസ്സിലാക്കണം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. വിജയം, അതായത് 100 സീറ്റിലധികം ജയിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ ഓപ്ഷനത്തിൽ നിന്ന് വിജയ സാധ്യതയായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏറ്റവും വലിയ മാനദണ്ഡം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കാർക്കും വേണ്ട. ആ തീരുമാനം വരുന്നതുവരെ നമ്മളാരും ഇന്നയാൾ സ്ഥാനാർത്ഥികളാകും അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ള സ്വയം പ്രഖ്യാപനം നടത്തണ്ട എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം നമുക്കെല്ലാവരോടും പറയാനായിട്ടുള്ളത്. നേതൃ ക്യാമ്പ് നടക്കുന്ന ബത്തേരിയിൽ നിന്ന് വിശദാംശങ്ങളുമായി മുഹമ്മദ് അസ്ലം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ലക്ഷ്യ നേതൃ ക്യാമ്പ് അര ദിവസം പിന്നിടുമ്പോൾ ഉയർന്ന ചർച്ചകൾ, പ്രതികരണങ്ങൾ, ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകൾ, അജണ്ടകൾ, വിശദാംശങ്ങൾ. സൈഫുദ്ദീൻ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളിൽ ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രവർത്തകരെയും പാർട്ടി സംവിധാനത്തെയും പൂർണ്ണമായി ഒരുക്കുന്നതിനാവശ്യമായ നടപടികളിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനാവശ്യമായ ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഉദ്ഘാടനം നടത്തിയത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞൊരു കാര്യം, 100-ലധികം സീറ്റുകൾ നേടി വിജയിക്കണം. അതിൽ സ്ഥാനാർത്ഥികളെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം വിജയം മാത്രമായിരിക്കും. ആരും സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മാധ്യമ ചർച്ചകളിൽ
സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തരുതെന്ന് വളരെ കൃത്യമായി പറഞ്ഞു. മാധ്യമ അജണ്ടകളിൽ വീഴ്ന്നു പോകാനുള്ള ജാഗ്രത നേതാക്കൾ ഈ ഘട്ടത്തിൽ കാണിക്കണമെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രികൾ ആവാൻ നിരവധി ആൾക്കാരുണ്ട് എന്നുൾപ്പെടെ ചർച്ചകളൊക്കെ തന്നെ മാധ്യമ ചർച്ചകൾ രൂപപ്പെടുന്നത് അത് CPM-ന്റെയും BJP-യുടെയും അജണ്ടയുടെ ഭാഗമാറ്റമാണ്. അതിന് ഗുണകരമാകുന്ന രീതിയിലേക്ക് ചർച്ചകളിലേക്ക് ഒരു ഘട്ടത്തിലും പോകരുതെന്ന് പറഞ്ഞു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം മുൻനിർത്തിക്കൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ വാർഡ് മെമ്പർമാർക്കും അതോടൊപ്പം തന്നെ മത്സരിച്ചവർക്കും ആയിരിക്കണം വോട്ടുകൾ വർദ്ധിപ്പിക്കാനുള്ള ചുമതല നൽകേണ്ടത്. അത്തരത്തിൽ കാരണം നിലവിൽ തന്നെ അവർ തദ്ദേശ വാർഡുകളിൽ കൃത്യമായി തന്നെ പണിയെടുത്തവരാണ്. അവർക്ക് കൃത്യമായ വോട്ടുകൾ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക. മാത്രമല്ല, വോട്ട് വർദ്ധിപ്പിക്കുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായ നടപടികളിലേക്ക് വോട്ടർ പട്ടിക കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്കും മറ്റും പോകണമെന്ന് പറഞ്ഞു. കൃത്യമായി തന്നെ CPM-ഉം BJP-യും ഒരുമിച്ച് നിന്നാൽ പോലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ തെളിഞ്ഞതാണ്. ആ ഒരു തന്ത്രം വീണ്ടും കൃത്യമായി തന്നെ BJP CPM നടപ്പാക്കാൻ സാധ്യതയുണ്ട്. അതിനെ മറികടക്കുന്ന രീതിയിൽ തന്ത്രങ്ങളിലേക്ക് രൂപീകരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് സംസാരിച്ചു. AC മറ്റ് നേതാക്കളെ കൊണ്ട് അല്പസമയം മുമ്പ് ശശി തരൂരും എത്തിച്ചേർന്നു. ഒരു പക്ഷേ മുൻ KPC പ്രസിഡന്റുമാരിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് എത്തായിരുന്നത്. ബാക്കി എല്ലാ നേതാക്കളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ മേഖലകൾ തിരിച്ചുള്ള ചർച്ചകളിലേക്ക് ഇനി ഉച്ചയ്ക്ക് ശേഷമോടുകൂടി പോകും. അതായത് മധ്യമേഖല, ഉത്തരമേഖല, ദക്ഷിണ മേഖല നടത്തില്ല. അങ്ങനെ ആ അർത്ഥത്തിലേക്ക് ഓരോ സ്ഥലങ്ങളിലേക്കും ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നടത്തി ഓരോ സ്ഥലത്തേക്കും സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ രൂപീകരിക്കുക. അതോടൊപ്പം തന്നെ ക്യാമ്പയിന്റെ പൊതുവായി രൂപീകരണത്തിലേക്ക് വരിക. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. അക്കാര്യങ്ങൾ ഹൈക്കമാൻഡായിരിക്കും തീരുമാനമെടുക്കുക. അതേസമയം ചില MP-മാർ മത്സരിക്കുന്ന കാര്യത്തിലേക്ക് പൊതു അഭിപ്രായം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാനുള്ള ചർച്ച അല്ലെങ്കിൽ ലക്ഷ്യ നേതൃ ക്യാമ്പ് പുരോഗമിക്കുകയാണ്. ഇതിന് തുടക്കത്തിൽ തന്നെ ഒരു നീക്കം, സർക്കാരിന്റെ ഒരു നീക്കം നടത്തത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു CBI അന്വേഷണ നിർദ്ദേശം ഉയർന്നു വന്നെങ്കിൽ പോലും, അല്ലാതെ ശുപാർശ ഉയർന്നു ആ സംബന്ധിച്ചുള്ള വാർത്തകൾ ഉയർന്നു വന്നെങ്കിൽ പോലും. ശരി, മുഹമ്മദ് അസ്ലമാണ് നേതൃ ക്യാമ്പ് നടക്കുന്ന വയനാട്ടിലെ ബത്തേരിയിൽ വിശദാംശങ്ങൾ നൽകിയത്. ആന്റണി രാജുവിനെതിരായ കോടതി വിധി സ്റ്റേ ചെയ്തില്ലെങ്കിൽ തിരുവനന്തപുരം നിയമസഭാ സീറ്റ് ഏറ്റെടുക്കാൻ CPM-ൽ ആലോചന. ആന്റണി രാജുവിന്റെ അപ്പീലടക്കം ഇനിയുള്ള കോടതി നടപടികളെല്ലാം വളരെ ഗൗരവത്തോടെയാണ് CPM കാണുന്നത്. സീറ്റ് ഏറ്റെടുത്താൽ നഗര തീരദേശ മേഖലകളിൽ സ്വീകാര്യനായ വ്യക്തിയെ CPM-ന് കണ്ടെത്തേണ്ടി വരും. ഒരു സിനിമാ കഥ പോലെയാണ് മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരായ തൊണ്ടിമുതൽ കേസ്. 36 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ പ്രതിയായ ഓസ്ട്രേലിയൻ പൗരനെ ആന്റണി രാജു രക്ഷപ്പെടുത്തി. എന്നാൽ ആ രക്ഷപ്പെടുത്തൽ ആന്റണി രാജുവിന് തന്നെ കുരുക്കായി മാറുന്നതാണ് ഇന്നലെ കണ്ടത്. 2 വർഷത്തിന് മുകളിൽ ശിക്ഷ വിധിച്ചു എന്നതാണ് ഈ കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കാരണം സുപ്രീം കോടതി വിധി പ്രകാരം 2 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടുന്ന ജനപ്രതിനിധികൾ അയോഗ്യരാക്കപ്പെടും. അതുകൊണ്ട് ആന്റണി രാജു ഇനി MLA അല്ല. വിധിപ്പകർപ്പ് നിയമസഭാ സെക്രട്ടറിയുടെ കയ്യിലെത്തിയാൽ അതിൻ്റെ തുടർ നടപടികൾ അവർ സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആന്റണി രാജുവിന് മത്സരിക്കണമെങ്കിൽ ഈ 3-4 മാസത്തിനുള്ളിൽ ശിക്ഷയും ശിക്ഷാവിധിയും മേൽക്കോടതി സ്റ്റേ ചെയ്യണം. വിധി CPM-നും തലവേദനയായി. ആന്റണി രാജു അയോഗ്യത മാറ്റിയില്ലെങ്കിൽ സീറ്റ് ഏറ്റെടുക്കാനാണ് CPM-നുള്ളിലെ ആലോചന. ജനാധിപത്യ കേരള കോൺഗ്രസിന് പഴയ ശക്തിയില്ലാത്തതുകൊണ്ട് സീറ്റിന് വേണ്ടി വാശി പിടിച്ചാലും നടക്കാൻ സാധ്യത കുറവാണ്. CPM സിറ്റിംഗ് സീറ്റ് ഏറ്റെടുത്താൽ നിലനിർത്തേണ്ട ബാധ്യതയുമുണ്ട്. നഗര തീരമേഖലകളിൽ സ്വാധീനമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വരും. ക്ലൈനസ് റൊസാരിയോ, റസൽ, ലെനിൻ തുടങ്ങിയ പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. UDF-ഉം സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി മുന്നണിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന CMP-യിലെ CP ജോണിന് സീറ്റ് നൽകാമെന്ന് UDF-നുള്ളിൽ അഭിപ്രായമുണ്ട്. പ്രതിപക്ഷ നേതാവും സമാനമായ അഭിപ്രായക്കാരനാണെന്ന് വിവരം. എന്നാൽ VS ശിവകുമാർ, ശബരിനാഥും സീറ്റിൽ കണ്ണുവച്ചിരിക്കുകയാണ്. നടൻ കൃഷ്ണകുമാർ, ശ്രീലേഖ IPS എന്നിവരാണ് BJP-യുടെ പരിഗണനയിലുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. ഇക്കാര്യം UDF-ൽ ഉന്നയിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ മീഡിയ 1-നോട്. എന്നാൽ സീറ്റ് ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാദ്യമായാണ് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം നേരിട്ട് ഉന്നയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള സീറ്റ് വേണമെന്നാണ് പ്രവർത്തകരുടെ വികാരമെന്നും മുന്നണിയിൽ അക്കാര്യം ചർച്ചയ്ക്ക് വെക്കുമെന്നും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. അതെ, മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഞങ്ങൾ സീറ്റ് കൂടുതൽ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ അണികൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ഞങ്ങൾ മുന്നണിയിൽ അത് ചർച്ചയ്ക്ക് വെക്കും. എന്നാൽ സീറ്റ് ചർച്ച തുടങ്ങിയിട്ടില്ലെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല. മുസ്ലിം ലീഗ് അധിക സീറ്റ് വേണമെന്ന അവകാശവാദവുമായി മുന്നോട്ട് വരുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും പോകേണ്ടെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഉഭയകക്ഷി ചർച്ചകളിലൂടെ സമവായത്തിലെത്താമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്.
മുഹമ്മദ് അസ്ലമിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം. അതിനിടെ ഇടുക്കി സീറ്റിൽ അവകാശവാദവുമായി കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും. വിജയമുറപ്പിക്കാൻ സീറ്റ് വെച്ചുമാറൽ അനിവാര്യമാണെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. റോഷി അഗസ്റ്റിനെതിരെ യുവ നേതാക്കളെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. കോൺഗ്രസിന്റെ നീക്കം തുടക്കത്തിലെ വെട്ടാൻ PJ ജോസഫിന്റെ ശ്രമം. തൊടുപുഴയും ഇടുക്കിയുമാണ് ജില്ലയിൽ ജോസഫ് വിഭാഗം മത്സരിക്കുന്ന 2 സീറ്റുകൾ. തൊടുപുഴയിൽ PJ ജോസഫോ മകൻ അപ്പു ജോസഫോ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഇടുക്കി സീറ്റിനായുള്ള കോൺഗ്രസിന്റെ നീക്കം. മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലുണ്ടായ വമ്പൻ വിജയം കോൺഗ്രസിന്റെ പ്രവർത്തന ഫലമായെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇടുക്കി നിയോജകമണ്ഡലത്തില് 9 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളിനെ പരാജയപ്പെടുത്താൻ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. എന്നാൽ ഇതിന് വഴങ്ങാൻ കേരള കോൺഗ്രസ് തയ്യാറല്ല. കേരള കോൺഗ്രസ് പാർട്ടി ഒരു സീറ്റും വിട്ടുകൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. കോൺഗ്രസ് ഒരു സീറ്റ് ഏറ്റെടുക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച സംസ്ഥാനത്തെ 10 സീറ്റുകളിലും ഇത്തവണയും മത്സരിക്കുമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. സീറ്റുകൾ വിട്ടു നൽകാനാകില്ലെന്ന് PJ ജോസഫ് മുന്നണി നേതൃത്വത്തെ അറിയിക്കും. മീഡിയ 1 ഇടുക്കി. കൊടിക്കുന്നിൽ സുരേഷ് MP ഉന്നം വെച്ച് കൊല്ലം DCCക്ക് പരാതിയുമായി കൊട്ടാരക്കര നഗരസഭയിലേക്ക് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി. കൊടിക്കുന്നിലിന്റെ വാർഡിൽ മത്സരിച്ച് തോറ്റ ഹരിയാണ് പരാതിക്കാരൻ. കേരള കോൺഗ്രസ് B എതിർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മാത്രം UDF വാർഡിൽ തോൽക്കുന്നു. യൂത്ത് കോൺഗ്രസുകാർ പ്രചാരണത്തിനിറങ്ങുന്നത് MP മുൻ സ്റ്റാഫ് വിലക്കിയെന്നും പരാതിയിൽ പറയുന്നു. ഈ കൊട്ടാരക്കര നഗരസഭ UDFന് പിടിക്കാൻ പറ്റുന്ന നിസ്സാരമായ കാര്യമുള്ളായിരുന്നു. ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് മുമ്പോട്ട് പോയത് കൊണ്ട് മാത്രമാണ് ഇവിടെ തോറ്റത്. അപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് എന്റെ കൂടെ 2 ദിവസം വീട് കയറി ഇറങ്ങി നടന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ MP ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു സംശയം എനിക്ക് ഇപ്പോ ഉണ്ട്. കേരള കോൺഗ്രസ് ഇവിടെ നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് ജയിക്കുക, കോൺഗ്രസ് ഇവിടെ തോക്കുക. കാരണവശാലും ഞാൻ ജയിക്കരുത് എന്ന് പറഞ്ഞ് അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ നാദാപുരത്ത് വീണ്ടും പോസ്റ്ററുകൾ. നാദാപുരം നിയോജക മണ്ഡലത്തിലെ വാണിമേൽ, വളയം, പാറക്കടവ്, തൂണേരി, കല്ലാച്ചി ഭാഗങ്ങളിലാണ് പോസ്റ്ററുകൾ. നാദാപുരത്തിന് മുല്ലപ്പള്ളി വേണ്ടെന്നും മുല്ലപ്പള്ളിയാണ് നാദാപുരത്തെങ്കിൽ നിലം തൊടാതെ തോൽപ്പിച്ചിരിക്കുമെന്നും പോസ്റ്ററിൽ. മുല്ലപ്പള്ളി നാദാപുരത്ത് മത്സരിച്ചേക്കുമെന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് പ്രതിഷേധം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ട് മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. മത്സരിക്കുന്നെങ്കിൽ വട്ടിയൂർക്കാവോ തൃശൂരോ വേണമെന്നാണ് ആവശ്യം. R ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് നൽകാനായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ തീരുമാനം. അതിനിടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലെ വിലയിരുത്തൽ. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, വട്ടിയൂർക്കാവിൽ തിരുവനന്തപുരം മേയർ സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട R ശ്രീലേഖയ്ക്കായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഓഫർ നൽകിയത്. എന്നാൽ ഇത് മറികടന്നാണ് K സുരേന്ദ്രന്റെ രംഗപ്രവേശം. മത്സരിക്കുന്നെങ്കിൽ വട്ടിയൂർക്കാവോ തൃശൂരോ വേണമെന്നാണ് K സുരേന്ദ്രന്റെ ആവശ്യം. വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ഇനി മത്സരത്തിനില്ലെന്നും സുരേന്ദ്രൻ നിലപാട് കടുപ്പിച്ചു. K സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചന. എന്നാൽ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ മത്സരിപ്പിക്കണമെന്നും സുരേന്ദ്രൻ പക്ഷം ആവശ്യപ്പെടുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് തീരുമാനിച്ച ആളാണ് R ശ്രീലേഖ. എന്നാൽ അന്ന് നീക്കം തടഞ്ഞത് V മുരളീധരൻ പക്ഷമായിരുന്നു. വട്ടിയൂർക്കാവ് കൂടി V മുരളീധരൻ പക്ഷം ലക്ഷ്യമിടുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് പുതിയ പ്രതിസന്ധിയാകും. ഈ മാസം 11-ന് അമിത്ഷാ പങ്കെടുക്കുന്ന സംസ്ഥാന നേതൃത്വ യോഗത്തിലായിരിക്കും തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാനായില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലെ വിലയിരുത്തൽ. രാജീവ് ചന്ദ്രശേഖരന്റെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്നും വിമർശനമുയർന്നു. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പിറകെ പോയത് ഹിന്ദു വോട്ടുകൾ നഷ്ടമാക്കിയെന്നും കോർ കമ്മിറ്റി യോഗം വിലയിരുത്തി. BJPയുടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളിൽ 1.3% മാത്രമാണ് വിജയിച്ചത്. അമിത്ഷാ പങ്കെടുക്കുന്ന യോഗത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 2-ാം വാരമെന്ന് സൂചന. ഒറ്റഘട്ടമായിട്ടാകും തെരഞ്ഞെടുപ്പ്. നാളെ ഡൽഹിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ കൂടിക്കാഴ്ച നടത്തും. മാർച്ചിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും. മെയ് ആദ്യവാരം ഫലപ്രഖ്യാപനമുണ്ടാകും. കഴിഞ്ഞ തവണ 2021 ഏപ്രിൽ 6-നായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ്.
BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കൂടിക്കാഴ്ച നടത്തി. വെള്ളാപ്പള്ളിയുടെ ആലപ്പുഴയിലെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങൾ തന്നെ പ്രചോദിപ്പിച്ചെന്നും വിവാദ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ തള്ളാതെ CPM ജനറൽ സെക്രട്ടറി MA ബേബി. വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളിൽ സ്വീകാര്യവും അസ്വീകാര്യവുമായ കാര്യങ്ങളുണ്ട്. അസ്വീകാര്യമായ കാര്യങ്ങൾ അംഗീകരിക്കില്ലെന്നും ബേബി. വെള്ളാപ്പള്ളിയെ CPM പിന്തുണക്കുകയാണെന്നും വർഗീയപരമായ ചേരിതിരിവിന് കാരണമാകുന്ന പ്രസ്താവനകളെ പ്രോത്സാഹിപ്പിക്കരുതെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വഹിക്കുന്ന ഉത്തരവാദിത്വം എന്താണെങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അസ്വീകാര്യമായി തോന്നുന്ന കാര്യങ്ങളെ പറയാനും വിമർശിക്കാനും ഇടതുപക്ഷ പുരോഗമന നിലപാടെടുക്കുന്നവർ തയ്യാറായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സാഹിബ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, അദ്ദേഹം പറയുന്ന ഇതിൽ സ്വീകാര്യമായ കാര്യങ്ങളുണ്ട്, അസ്വീകാര്യമായ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് ചിലർ എന്ന മട്ടിലൊരു അവതരണം നടക്കുന്നുണ്ട്. ആ അവതരണം ശരിയല്ല. ഇത്തരം പ്രസ്താവനകളും അതുപോലെ തന്നെ അത്തരം പ്രസ്താവനകളോട് കൂടെ നിൽക്കുന്നവരും ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഉണ്ടാക്കാവുന്ന സാമൂഹ്യമായിട്ടുള്ള വിപത്തുകളെയാണ്. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചേരിതിരിവിലേക്ക് അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവിലേക്ക് കൊണ്ടുപോകാൻ ആരും ശ്രമിക്കുകയാണെങ്കിൽ അതിനൊന്നും ആരും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് തന്നെയാണ്. അതിനോട് കൂടി നിൽക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ആളുകൾക്ക് സാധിക്കുകയില്ല. വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പ്രസ്താവനയിൽ സർക്കാർ മറുപടി പറയണമെന്ന് സമസ്ത AP വിഭാഗം. ക്രമസമാധാന പ്രശ്നമായി കണ്ട് സർക്കാർ നടപടിയെടുക്കണം. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം ആരും അംഗീകരിക്കില്ലെന്നും കേരള മുസ്ലിം ജമാഅത്ത് നേതാവ് ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. ഇതിന് ഇനി മറുപടി പറയേണ്ടത് സർക്കാരാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം കാലം അത്രയും നേടിയെടുത്ത ഏറ്റവും വലിയ ഒരു സൽപ്പേരാണ് മതസൗഹാർദ്ദം, ഒത്തൊരുമ, കൂട്ടായ്മ. ഒരു ക്രമസമാധാന പ്രശ്നമായി കണ്ട് അതിന് സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തി സർക്കാർ തീരുമാനമെടുക്കണമെന്നാണ് ഞങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശം. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പാർക്കിംഗ് ഷെഡിലുണ്ടായ തീപിടുത്തത്തിൽ 300-ലധികം ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്ന് തീപ്പൊരി വീണതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ സർക്കാർ റിപ്പോർട്ട് തേടി. പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചത് അനുവാദം ഇല്ലാതെയാണെന്ന് ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ റെയിൽവേക്ക് നോട്ടീസ് നൽകി. ഈ ഇലക്ട്രിക് കമ്പിയുടെ പോണ്ടല്ലോ, അതിൽ നിന്ന് ചെറിയൊരു തീയെ താഴത്തേക്ക് വീണു. പ്ലാസ്റ്റിക് കർമ്മിലേക്കാണ് ഇത് വീണത്. ആകെ പുക വന്നു. എന്താ ഈ പുക എന്ന് വെച്ചാൽ ഞാൻ ഓടി ചെന്ന് നോക്കിയപ്പോൾ പെട്രോൾ ടാങ്കിലേക്ക് ഈ തീയ് പടർന്നു. പെട്രോൾ ടാങ്ക് പൊട്ടി. ഇത് പിന്നെ ആകെ പൊട്ടി വെച്ചാൽ ആകെ കറുത്ത പുകയായി. നഗരത്തിന് നടുവിൽ അഗ്നിഗോളം കണ്ട നടുക്കത്തിലാണ് തൃശൂർ. നിയന്ത്രണം തെറ്റി തീ പടർന്നതോടെ 300-ലധികം ഇരുചക്രവാഹനങ്ങൾ കത്തിനശിച്ചു. തീപിടുത്തം കണ്ട് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നവരും നാട്ടുകാരും ചിതറിയോടി. പെട്ടെന്ന് തന്നെ അഗ്നിശമനസേന എത്തിയതും അരമണിക്കൂറിനുള്ളിൽ തീയണയ്ക്കാനായതും വൻ ദുരന്തം ഒഴിവാക്കി. സംഭവത്തിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സർക്കാർ. എല്ലാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് തരാൻ കമ്മീഷനോട് ആവശ്യപ്പെടുകയും കളക്ടറോട് ആ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ചട്ടം ലംഘിച്ചും വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. തീ അണയ്ക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങളും ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്തെ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്ന് സ്ഥലം സന്ദർശിച്ച DGP മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി. ഇതോടൊപ്പം തന്നെ ബാക്കിയുള്ള സംസ്ഥാനത്ത് മുറിവുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. റെയിൽവേയുടെ പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചത് അനുവാദമില്ലാതെയാണെന്നാണ് കോർപ്പറേഷന്റെ നിലപാട്. ഇന്ന് പ്രാഥമികമായി കോർപ്പറേഷൻ സൂപ്രണ്ട് എഞ്ചിനീയർ ഇവിടെയുണ്ട്. നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിന് കോർപ്പറേഷൻ അനുമതി ഈ കേന്ദ്രത്തിൽ നൽകിയിട്ടില്ല. സംഭവത്തിൽ തൃശൂർ വെസ്റ്റ് പോലീസ് അന്വേഷണം തുടങ്ങി. നഗരത്തിലെ മറ്റു പാർക്കിംഗ് കേന്ദ്രത്തിലെയും സുരക്ഷാസ്ഥിതി പരിശോധിക്കാനുള്ള ഒരുക്കത്തിലാണ് കോർപ്പറേഷൻ. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നഗരസഭ സ്വീകരിച്ചിരുന്ന നടപടി പാതി വഴിയിൽ നിൽക്കെയാണ് പുതിയ അപകടം. പൊതുസ്ഥലത്തെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഈ സംഭവം ഉയർത്തിയിരിക്കുന്നത്. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ വൺ. ടോൾ പ്ലാസകളിലെ പ്രതിഷേധങ്ങൾക്ക് മറുപടിയുമായി ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച മേഖലകളിൽ മാത്രമാണ് ടോൾ പിരിവ് നടത്തുന്നതെന്ന് പ്രശാന്ത് ദുബെ മീഡിയ വണ്ണിനോട്. ദേശീയപാതയിൽ ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും പ്രവേശനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാതെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നും ടോൾ നിരക്കിലെ വർധനവിലും പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ പാർട്ടികൾ
ടോൾ പ്ലാസ കേന്ദ്രങ്ങളിൽ പ്രതിഷേധങ്ങൾ നടത്തിയത്. പണി പൂർത്തിയാകാത്ത ഒരു റീച്ചിലും ടോൾ പിരിവ് ആരംഭിച്ചിട്ടില്ലെന്ന് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ പ്രശാന്ത് ദുബെ പറഞ്ഞു. സർവീസ് റോഡുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയാണ് ടോൾ പിരിവ് ആരംഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. We have calculated the toll fees which is presently inclusive of only the completed parts and none of the incomplete part has been included in the toll fares. ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് നിർബന്ധമാണെന്നും ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് പിഴ ഒടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. Because if FASTag is not valid, sometimes you may be having FASTag, but it is not linked or it has expired for any reason. So you just please check if it is valid. Otherwise, you will have to pay double penalty. ബൈക്കിനും ഓട്ടോക്കും ദേശീയപാതയിൽ പ്രവേശനമില്ല. ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. Scooties are traveling in the fastest lane. The rightmost lane is for the fast moving vehicle, for the overtaking lane. We have clearly indicated at many locations this is the overtaking lane. But see, people have to be aware. And we will also try to do some campaigns for making people more aware. ദേശീയപാതയിലൂടെ പോകുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രശാന്ത് ദുബെ കൂട്ടിച്ചേർത്തു. ഫൈസൽ അസീസ്, മീഡിയ 1, കോഴിക്കോട്. എളമരം കരീം CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. വിശാഖപട്ടണത്ത് നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുത്തത്. ആദ്യമായാണ് കേരളത്തിൽ നിന്നുള്ള മലയാളി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എളമരം കരീം. എളമരം കരീം ഒഴിയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ എത്തുമെന്നാണ് സൂചന.